സൗദിയുടെ ചെരുപ്പ് നക്കാനായിട്ടതാ അമേരിക്കക്കാരന്റെ ജോലിക്കാര് വരികയാണ്, റോമിന്റെ ജോലിക്കാര് വരികയാണ്. അങ്ങനെ നല്ലവർക്ക് സ്ഥാനമില്ല, നല്ലവരെ അവമതിച്ചുകൊണ്ട് ഏറ്റവും തിന്മകളാകുന്ന ജനങ്ങളതാ സ്ഥാനത്തിലേക്ക് കടന്നു വരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ അഹന്ത നടിക്കാനായിട്ട് കാണാൻ യൂറോപ്പിലെ കാഴ്ചയിൽ വന്നിരിക്കണേ, പിടിച്ച് വലിച്ചോണ്ട് പോകാനാ വന്നിരിക്കണേ. അങ്ങനെ വന്ന അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പ്രവാചകൻ പറയുന്നു, ഈ സമുദായം ഏറ്റവും വലിയ മണിമാളികൾ പണിതു കഴിഞ്ഞാൽ, സുന്ദരമാകുന്ന ഭവനങ്ങൾ വെക്കാൻ തുടങ്ങിയാൽ, മണിസൗധങ്ങൾ വെക്കാൻ തുടങ്ങിയാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള 633 കിലോമീറ്റർ ഒന്ന് സഞ്ചരിച്ചു നോക്കിയേ. കൂറ്റം മണിമാളികൾ ആർക്ക് വേണ്ടിയാ? തിരുവനന്തപുരം ജില്ലയിൽ 6 കോടി രൂപ വില വരുന്ന വീട് ആർക്കുള്ളതാ? എറണാകുളം ജില്ലയിലെ 13 കോടി വില വരുന്ന വീട് ആർക്കുള്ളതാ? കാസർഗോഡ് വരുന്ന വില കൂടിയതായ ഭവനമാർക്കുമുള്ളതാ? ഈ ഉമ്മത്തിൽപ്പെട്ട് ജനിച്ചതായ മുസ്ലിമുള്ളതാണെന്ന് ലേഖനങ്ങളും മാസികളും നമ്മളോട് പഠിപ്പിക്കുമ്പോ 14 മഹാനായ പ്രവാചകൻ ലോകത്തോട് വിളംബരം ചെയ്തെന്താ? ലോകം അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ സമുദായം കൂറ്റൻ മണിമാളികൾ പണിയുന്നതാണ്, കൂറ്റൻ സൗധങ്ങൾ പണിയുന്നതാണ്, കൊട്ടാര സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതാണ്. അങ്ങനെ നിർമ്മിക്കുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. ഒരാൾക്ക് തന്നെ 3-4 വീടുകൾ ഉണ്ടാകുമെങ്കിൽ, ഒരാൾക്ക് തന്നെ 3-4 കാറുകൾ ഉണ്ടാകുമെങ്കിൽ, അള്ളാന്റെ ഹബീബ് പറയുകയാണ്, തഖൂനു ഇബ്നുൽ ലിശയാത്തി വബയൂതുൽ ലിശയാത്തി. എന്റെ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 3-4 വീടുകൾ ഉണ്ടായിട്ട് പാവപ്പെട്ടവന് കൊടുക്കാതെ അത് ഒഴിച്ചിടുകയാണെങ്കിൽ ആ വീട്ടിൽ പാർക്കുന്നത് പിശാചുകളാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ. അനേക വാഹനങ്ങൾ ഉണ്ടായിട്ടും വീട്ടിലേക്ക് കുന്നുകൂടുകയാണെങ്കിൽ ആ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്, ആ വാഹനങ്ങൾ കിടന്നുറങ്ങുന്നത്, ആ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് പിശാചുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ആരെ കുറിച്ചാണ് പറയുന്നത്? 3 നേരം ആഹാരം കഴിക്കാനില്ലാതെ ഒട്ടിയ വയറുമായ ഖന്തക്കിന്റെ കിടങ്ങിലേക്ക് പോയ കൂറ്റം പാറയെ പൊട്ടിക്കാൻ സാധിക്കാതെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞതാണ്, യാ റസൂലല്ലാഹ്, ആഴ്ചകളായി നബിയെ വയറു നിറയെ ആഹാരം കഴിച്ചിട്ട് ഒന്നുമില്ല പ്രവാചകരെ, ഈ കൂറ്റം പാറയെ തല്ലിപ്പൊട്ടിക്കാൻ സാധ്യമല്ല നബിയേ. ഞങ്ങളെല്ലാവരും അടിവയറ്റത്തിൽ ഒരു കല്ല് കെട്ടി വെച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു പറഞ്ഞതെന്താ? അല്ലയോ സഹാബത്തേ, നിങ്ങളെല്ലാവരും ഒരു കല്ല് കെട്ടി വെച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബായ ഞാനുണ്ടല്ലോ, ശറഫാക്കപ്പെട്ടതായ തിരുവസ്ത്രം അങ്ങോട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, എന്റെ ആഭാസ്യത്തിനെ നിലനിർത്താ 2 കല്ലാട് വെച്ച് കെട്ടിയിരിക്കുന്നത്. വീട്ടിലേക്ക് കടന്നു വരുന്ന പ്രവാചകൻ ആയിഷയോട് ചോദിക്കും, അല്ല ആയിഷ, എന്താണെന്ന് വീട്ടിലുള്ളത് ആയിഷ? എന്താണ് വീട്ടിലുള്ള ആയിഷ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആയിഷ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ വീട് മുഴുവൻ പരിശോധിച്ചിട്ട് അവസാനം പറയുന്നത് എന്താ? അല്ല നബിയേ, വീട്ടിൽ ബർക്കത്തുണ്ട് നബിയേ, വീട്ടിൽ ബർക്കത്തുണ്ട് നബിയേ. അള്ളാന്റെ ഹബീബിന് കാര്യം പിടികിട്ടി. പ്രവാചകൻ ആയിഷയോട് പറഞ്ഞു, അല്ല ആയിഷ, ഇന്ന് ഞാൻ നോമ്പുകാരനാണ് ആയിഷ, ഞാൻ നോമ്പുകാരനാണ് ആയിഷ. ഈ പ്രവാചകന്റെ ചാരത്തേക്കാട് മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ കിട്ടിയ ഒരു റൊട്ടിയുമായി പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട്, അല്ല ഉപ്പ, ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്ക് മോഹമില്ല, ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഉപ്പ. അതുകൊണ്ടാണ് കിട്ടിയ റൊട്ടി ആഴ്ചകളായ ആഹാരം കഴിച്ചിട്ടാണെങ്കിൽ എന്റെ വാപ്പച്ചിക്ക് തരാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്? അതുകൊണ്ട് ഈ റൊട്ടി വാങ്ങി ഒന്ന് കഴിക്കണം ഉപ്പ.
അല്ലാഹുവിന്റെ ഹബീബ് വാങ്ങിച്ചുകൊണ്ട് ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞതെന്താ? അല്ല ഫാത്തിമ, കഴിഞ്ഞ 3 ദിവസമായി നിന്റെ ഉപ്പാന്റെ ഉദരത്തിലേക്ക് പോകുന്ന കട്ടിയുള്ള ആഹാരമാണ് ഇതെന്ന് ഫാത്തിമയോട് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ ചോർന്നിരിക്കുന്ന വീടിന്റെ ഉടമസ്ഥനായ ഈ തൊപ്പന തടിയോട് ചാരിയിരുന്ന പ്രവാചകന്റെ ഉമ്മത്തികള് അവസാന കാലഘട്ടം എത്തുമ്പോ ഗൾഫിലേക്ക് പറന്നുപോയിട്ട് കിട്ടിയതായ പണം വാങ്ങിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്ന് അത് ഭൂമിയിലേക്ക് കുഴിച്ചിടുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുസ്ലിമിന്റെ ജീവിതം ആർഭാടമായാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല. വീണ്ടും പ്രവാചകൻ തഖത്തഅത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ താറുമാറാകുക, ഉമ്മയെ സ്നേഹിക്കാൻ ആളില്ല, വാപ്പയെ സ്നേഹിക്കാൻ ആളില്ല, രക്ഷിക്കാൻ ആളില്ല. 80 വയസ്സുകാരിയാവുന്ന അമ്മണിയമ്മയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം? അവര് കിടന്നുറങ്ങുന്നത് ചൈപ്പയിലാണ്, കന്നുകാലി തൊഴുത്തില, ദിവസങ്ങളായി ആഹാരമില്ലാതെ കിടക്കുകയാണ്. മലമൂത്ര വിസർജനം നടത്തിയിട്ടും അതൊന്ന് ശുദ്ധിയാക്കാൻ പോലും താൻ ജന്മം കൊടുത്തനും മകൻ തയ്യാറാകുന്നില്ല. ആ രീതിയിലുള്ള കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും കുടുംബ ബന്ധങ്ങൾ നിലനിർത്താനും ആരുമില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ ബന്ധങ്ങൾ താറമാറാകുമ്പോൾ കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയില്ലാതാകുന്ന ഒരു കാലഘട്ടം എന്ന അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ലോകാവസാനത്തിന്റെ മർമ്മപ്രധാനമായ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് ജാരസന്തതികൾ അധികരിക്കുക, വ്യഭിചാരം അധികരിക്കുക, ജാരസന്തതികൾ അധികരിക്കുക എന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എപ്പോഴാണ് ദജ്ജാൽ വരിക? എപ്പോഴാണ് ദജ്ജാൽ വരിക? ഇദാ കസറൽ ഖബസു, തിന്മകൾ അധികരിച്ചാൽ ദജ്ജാൽ വരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ഏതാ തിന്മ? ജാരസന്തതികൾ എന്ന് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും കൊടുക്കുന്ന ജാരസന്തതികൾ അധികരിക്കുമ്പോൾ ലോകത്ത് ദജ്ജാൽ കടന്നു വരുന്നതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 3-4 മക്കളെ കൊണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ ഇടയിലും ഒളിച്ചോട്ടമാകുന്ന പ്രവണത അധികരിച്ചു വന്നപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ജാരസന്തതിയാണ്. ഈ കുഞ്ഞിനെയാണ് പിന്നെ വിവാഹത്തിന്റെ വേളയിൽ വലിയായിട്ട് ഈ പുരുഷൻ ഇരിക്കുന്നത് വാപ്പ എന്ന പേരും പറഞ്ഞ് ഈ പുരുഷനാണ് ഇരിക്കുന്ന, കെട്ടിച്ചെടുക്കുന്ന, നിക്കാഹ് ശരിയാവൂല. ആ കുട്ടിയിലൂടെ ജന്മം കൊള്ളുന്ന എല്ലാ കുട്ടികളും ജാരസന്തതികളായി. ജാരസന്തതി അധികരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം. ഭാര്യയോട് ഭർത്താവ് ഹജ്ജിന് പോകാവുന്ന നേരത്ത് ഭാര്യയോട് ഭർത്താവ് പൊരുത്തം ചോദിക്കുന്നു, ഭാര്യയും പരസ്പരം പൊരുത്തം ചോദിക്കുകയാണ്. കേരളത്തിന്റെ ഒരു ജില്ലയിൽ നടന്നത്, ഏത് ജില്ലയൊന്നും പറയുന്നില്ല, ഒരു ജില്ലയിൽ നടന്നതാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം ഹജ്ജിന് പോകാനുള്ള വേളയിൽ പൊരുത്തം ചോദിക്കുന്ന അവസരത്തിൽ ഭാര്യ പൊട്ടി കരയുന്നു. മറുപടിയൊന്നുമില്ല, ഒന്നും പറയാൻ സാധിക്കുന്നില്ല. 35 കൊല്ലം ഗൾഫിൽ നിന്നതാണ്. 3 പെമ്മക്കളുണ്ടായി, 3 പെമ്മക്കളെയും കെട്ടിച്ചയച്ചു. എന്നിട്ട് ആ ഭർത്താവിനോട് ഭാര്യ പൊട്ടി കരയുന്ന അവസരത്തിൽ ഭാര്യ ചോദിച്ചു, എന്തിനാണ് നീ പൊട്ടി കരയുന്നത്? ഇത്ര സങ്കടം എന്താ? ഞാൻ ഹജ്ജിനല്ലേ പോകുന്നത്, തിരിച്ചു മടങ്ങി വരുമല്ലോ, അല്ലാഹു തആല ആയുസ് നൽകുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഭാര്യ സങ്കടം നിർത്തുന്നില്ല. അവസാനം ഭർത്താവിന്റെ കാലിലേക്കൊന്ന് വീണുകൊണ്ട് ആ ഭാര്യ പറഞ്ഞത്, അല്ല ഭർത്താവേ, താങ്കൾ നിക്കാഹ് ചെയ്ത് കൊടുത്ത 3 മക്കളും നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുത്ത 3 മക്കളും നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ അനുജന്റെ മക്കളാണ് എന്ന് സങ്കടത്തോടു കൂടി ആ ഭാര്യ പറഞ്ഞപ്പോൾ ആ 3 മക്കളെ നിക്കാഹ് ശരിയായോ? അതിലൂടെ പരമ്പര വരുന്നത് എങ്ങനത്തെ കുട്ടികളായിരിക്കും? പ്രവാചകൻ പറഞ്ഞു, ജാരസന്തതികൾ അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ അവിടെയാണ് ദജ്ജാൽ വരിക. അമേരിക്കൻ ഡോളർ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. അമേരിക്കൻ ഡോളർ ഒന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ ആ ഡോളറിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ്? ഡോളർ ഒരു പിരമിഡിന്റെ ചിഹ്നവും അതുപോലെ തന്നെ ഒരു ഒറ്റക്കണ്ണന്റെ അടയാളവും. ഒറ്റക്കണ്ണും കാണും, ഒരു പിരമിഡും കാണും. ഒറ്റക്കണ്ണ് ദജ്ജാലാണ്.
അമേരിക്കയുടെ ഡോളറുള്ള ചിഹ്നമാണ് ഒറ്റക്കണ്ണ്. ദജ്ജാൽ ഒറ്റക്കണ്ണുള്ളവരാണ് നാം പഠിക്കുന്ന ആ ഒറ്റക്കണ്ണ്. അതിന്റെ താഴ്ഭാഗത്തായിട്ടുള്ളത് എന്താണ്? പിരമിഡ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്തുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കക്ക് ഈജിപ്തുമായിട്ട് എന്താ ബന്ധം? ബറാക് ഒബാമയ്ക്ക് തോമസ് മുർസിയായിട്ടുള്ള അടുപ്പമൊന്നുമില്ല. പിന്നെ എന്താണ് ഈ ഒരു ബന്ധമുണ്ടായിരിക്കുന്നത്? അതാണ് ബന്ധം എന്ന് പറഞ്ഞാൽ ഫറോവുമായിട്ടുള്ള ബന്ധമാണ്. എന്ത് ബന്ധം? എന്ത് ബന്ധം? ഫറോവയാണ് ലോകത്താദ്യമായിട്ട് സമുദ്രത്തിൽ ജലാശയത്തിൽ 40ഓളം ദിവസം വരുന്ന വ്യഭിചാരശാല ഉണ്ടാക്കിയത്. ഫിർഔനാണ് ലോകത്താദ്യമായിട്ട് സമുദ്രത്തിൽ ജലാശയത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്നതായ വ്യഭിചാരശാല ഉണ്ടാക്കിയത്. ആ വ്യഭിചാരശാലയുടെ സംസ്കാരമാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അങ്ങനെ ആ സംസ്കാരം ഉണ്ടാക്കി ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും ആഭാസകരമാകുന്ന ചിത്രങ്ങൾ കാണിക്കുന്നതായ ഒരു ടെലിവിഷൻ ചാനൽ ഉണ്ടാക്കുക. അതിലൂടെ അരാജകത്വം ഉണ്ടാക്കുക, ലൈംഗിക അരാജകത്വം ഉണ്ടായിട്ട് അതിലൂടെ ജാരസന്തതികൾ ഉണ്ടാക്കുക. ജാരസന്തതികൾ അധികരിക്കുമ്പോൾ ദജ്ജാൽ വരിക. ജാരസന്തതി അധികരിക്കുമ്പോൾ ദജ്ജാൽ വരിക. അത് ആര് പ്രതീക്ഷിക്കുന്നു? അമേരിക്കയും പ്രതീക്ഷിക്കുന്നു, അതുപോലെ തന്നെ ഇസ്രായേലും പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലിന്റേതായ ഒരു പെണ്ണ് പറഞ്ഞതാണ്. ആ പെണ്ണ് ദജ്ജാലുമായി ബന്ധപ്പെട്ട് ലോകത്തോട് പറഞ്ഞ ജോലിദ മിയർ എന്ന ജൂത വനിത ഈ അടുത്ത സമയത്ത് ലോകത്തോട് പറഞ്ഞതാണ്, ഇന്നൽ ഖുദ്സ് ആസിമത്തുൻ അബദിയത്തുൻ ലനാ വലൻ തതനാസല അൻഹാ വലോ ബിദിമാഇനാ ഹത്താ യഅതിയ അമീറുസ് സലാം. ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിനെ വിട്ടുകൊടുക്കൂല, ഖുദ്സിനെ വിട്ടുകൊടുക്കൂല. ഖുദ്സിനെ വിട്ടുകൊടുക്കാതെ ഞങ്ങൾ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്തും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹത്താ യഅതിയ അമീറുസ് സലാം, ഞങ്ങളുടെ രക്ഷാധികാരിയാകുന്ന ദജ്ജാൽ വരാനുണ്ട്. ഞങ്ങളെ രക്ഷാധികാരിയാവുന്ന ദജ്ജാൽ വരാനുണ്ട്. ആ ദജ്ജാൽ വരുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് സമാധാനം, ഞങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുക എന്ന രീതിയിൽ ആ ജൂത വനിത ലോകത്തോട് പറഞ്ഞെങ്കിലും വിഷമിക്കേണ്ട സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലോകത്ത് അതേ വ്യഭിചാരമാകുന്ന സന്തതികൾ അധികരിച്ച എത്രത്തോളം ഇന്നർ റജുല ലയഗ്ശൽ മർഅത അലാ ഖാരിയത്തി ത്വരീഖ് അദാ ഫയഖൂലു അംസലു ഫിദാലിക സമാൻ ലൗ തൽസഖ്തുമുഹാനി ത്വരീഖ്. റോഡുകളിലും ബസ്സുകളിലും കാറുകളിലും വിനോദ പാർക്കുകളിലും അതുപോലെ തന്നെ ക്യാമ്പസുകളിലുമായിട്ട് മരങ്ങളിൽ ചുറ്റിപ്രേമത്തോടുകൂടി വ്യഭിചാരത്തോട് ബന്ധപ്പെടുന്ന അവസരത്തിൽ അവരുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് ഈമാനുള്ളൊരു മനുഷ്യനോട് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനെന്ന് അങ്ങനെയുള്ള ഒരു കാലഘട്ടം സംജാതമാകുമെന്ന് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ലോകം മുഴുവൻ ഒരു വ്യഭിചാരശാല ആയിരിക്കുന്ന ഈ കാലഘട്ടത്തില് 14 നൂറ്റാണ്ടിന് പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയാ? അങ്ങനെ വ്യഭിചാരങ്ങളും ജാരസന്തതികളും അധികരിക്കുമ്പോ കാനൽ മഴ ഉണ്ടാകത്തില്ല, വരൾച്ച ബാധിക്കുന്നതാണ്. 44 നദികളുള്ള ഒരുപാട് പുഴകളും നദികളും ഉള്ളതായ ഈ കേരളത്തിൻ്റെതായ അകത്തളത്തിൽ പോലും മഴയില്ലാതെ വരൾച്ച ബാധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? തിന്മകൾ അധികരിക്കുമ്പോ, അരാജകത്വം അധികരിക്കുമ്പോ, മോശമാകുന്ന പ്രവണതകൾ അധികരിക്കുന്ന അവസരത്തില് മഴ ഇല്ലാതാകുന്നതാണ്. മഴയില്ല, സസ്യങ്ങളില്ല, ആഹാരങ്ങളില്ലാതെ മാറുന്നതാണ്. എന്തിനാണ് അമ്മത്തൊട്ടില് ജാരസന്തതിയായി ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ടിടാനല്ലേ? എന്തിനാണ് അഭയകേന്ദ്രങ്ങള് ജാരസന്തതിയായി ജനിക്കുന്ന കുഞ്ഞിനെ കൊണ്ടിടാനല്ലേ? ബസ്സിനകത്ത് വെച്ച് അന്ന് റസി എന്ന പെൺകുട്ടി ജന്മം കൊടുത്ത കുഞ്ഞിനെ ബസ്സിനകത്ത് കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ വരുമ്പോ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്, അത് പ്രപഞ്ചത്തിന്റെ അടയാളമാണ്. അതുപോലെ പ്രവാചകൻ പറയുന്നു, ഭൂകമ്പങ്ങൾ അധികരിച്ച, ഭൂമി കുലുക്കങ്ങൾ അധികരിച്ച, ജപ്പാനിലുണ്ടാകുന്ന സുനാമിയാകട്ടെ, ഈ കേരളത്തിന്റെ ഇടുക്കിയുടെ മുല്ലപ്പെരിയാർ ഡാമിലുണ്ടാകുന്നതായ ചെറിയ ചെറിയ അനക്കങ്ങളാകട്ടെ, ഒരുപാട് ഭൂമി കുലുക്കങ്ങളും ഭൂമി ആഴ്ത്തലുകളും ഉണ്ടാകുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ചെറിയ അടയാളങ്ങളെ കൂട്ടത്തിൽ പ്രവാചകൻ അവസാനമായി പറഞ്ഞത്, ഇറാഖ് എന്ന രാജ്യത്തിലേക്ക് അതേ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉപരോധം വന്നു കഴിഞ്ഞാൽ